പ്രിയമുള്ളവരെ, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ അടുത്ത സമയത്ത് ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എൻ്റെ എതിരാളിയുടെ ചില സംഭാഷണങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അദ്ദേഹം പറയുന്നത്, തന്നെ രാഷ്ട്രീയമായി നേരിട്ടവർ ഇന്ന് രാഷ്ട്രീയത്തിലില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഭൂമുഖത്ത് തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ശത്രുക്കളായി കാണുന്നവരെ സംബന്ധിച്ച്, അവർ മരണപ്പെട്ടു പോയി എന്നത് ആഘോഷമാക്കുകയാണ് അദ്ദേഹം ആ ഇന്റർവ്യൂയിലൂടെ ചെയ്തത്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളോരോരുത്തരുമാണ്. അതിനപ്പുറത്തേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീ ഉമ്മൻചാണ്ടിയാണ് തൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തെയാണ് അദ്ദേഹം ആഘോഷമായി കാണുന്നത്. ഈ ഭൂമുഖത്ത് തന്നെ സർവ്വചരാചരങ്ങൾക്കും താങ്ങായി തണലായി നിന്ന ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തെ പോലും ആഘോഷമായി കാണുന്നു എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അതിനുമപ്പുറം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ രണ്ടാമത്തെ ശത്രു, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ശത്രു ഞാനാണ് എന്നാണ്. അതും അദ്ദേഹം മറ്റൊരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഞാനും താമസവിനാ മരണപ്പെട്ടേക്കാം എന്നാവാം. ഏതായാലും അതൊന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഞാനത് ഗൗരവത്തിൽ കാണുന്നുമില്ല. ഞാനെങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എത്രത്തോളം കാലം ഇങ്ങനെ തുടരണം എന്നതിനെ സംബന്ധിച്ച് പത്തനാപുരത്തുകാർ തീരുമാനിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പത്തനാപുരത്തുകാർ തന്നെയാണ് ഇത്തരത്തിലുള്ള എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഗൗരവത്തോടെ കാണേണ്ടതും അവരാണ് അതിനകത്ത് അന്തിമവിധി നടത്തേണ്ടതും. മറ്റൊന്നുണ്ട്, കഴിഞ്ഞ 5 വർഷവും ഞാനിവിടെ സജീവമായി നിൽക്കുമ്പോൾ, ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവർ എനിക്ക് നൽകിയിട്ടുള്ള കരുതൽ, അതാണ് എൻ്റെ ശക്തി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രതികരണങ്ങളെ ഞാൻ ജനങ്ങൾക്ക് വിട്ടു നൽകുകയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും, പത്തനാപുരത്ത് തന്നെ ഉണ്ടാകും. ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ സജീവമായി ഉണ്ടാകുക തന്നെ ചെയ്യും. ഞാൻ എത്രത്തോളം കാലം സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുമാണ്. ഒന്നുണ്ട്, ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് എത്ര കാലം നമ്മുടെ എതിർ സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി നിൽക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെ എന്നെ എതിർക്കാൻ ശ്രമിച്ചാലും എനിക്ക് 2 കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. ഒന്ന്, ഈ മണ്ഡലത്തിൽ തന്നെ സജീവ സാന്നിധ്യമായി എന്നും ഉണ്ടാകണം എന്നുള്ളത്. 2, അദ്ദേഹം എന്ത് എതിർപ്പ് കാണിച്ചാലും ഞാനിവിടെ സജീവമായി ജനങ്ങളുടെ പിന്തുണയോടുകൂടി അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി തന്നെ എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടാകും. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പത്തനാപുരത്തെ ജനങ്ങൾ തന്നെയാണ്. ഞാനെല്ലാം അവർക്ക് വിടുന്നു.